നിരൂപകനായ ശ്രീ പല്ലിശ്ശേരി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ പല്ലിശ്ശേരി, ഇത് അമ്മ പിടിക്കുവാനുള്ള ഒരു മത്സരം എന്ന രീതിയിൽ ആയി കഴിഞ്ഞുവല്ലോ. ഈ ജഗദീഷ് ചതിച്ചു എന്നുള്ള ഒരു വികാരം ഉണ്ട്. അത് വാസ്തവമാണോ? അങ്ങനെ ഉണ്ടോ? തിരുത്തൽ വേണമെന്ന് പറയുന്നവർ ഇപ്പോൾ പറയുന്നത് ബാബുരാജ് മാത്രമല്ല ജഗദീഷും വേണ്ട എന്നാണല്ലോ. എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അങ്ങനെ ഈ വേണ്ട എന്ന് പറയുന്നത് ഒരാൾക്ക് ഓരോ വോട്ട് ആദ്യം കൂടുതൽ ഉണ്ടാവില്ലല്ലോ. തിരുത്തലവാദികൾ എന്ന് വെച്ചാല് ശരിയായ രീതിയിൽ സംഘടന പോകണമെന്ന് അഭിപ്രായം ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെ വേണ്ടത്. ഇത്രയും വലിയ സംഘടനയായ അമ്മയ്ക്ക് കോടികളുടെ സ്വത്തുണ്ട്. ആ സ്വത്ത് ഇനി ആര് വരണം എന്നുള്ളതാണ് ശരിക്കും. ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ളവർ നിഷ്ക്രിയരായിട്ട് നിൽക്കുകയാണ്. വരുമ്പോ കാണാം. മറ്റുള്ള മനസ്സിലെന്താ, ഒരു വർഷം നടക്കട്ടെ, ആഗ്രഹമുള്ളവരൊക്കെ മത്സരിക്കട്ടെ, കൊതി തീരട്ടെ. ഈ ഭരിക്കുക എന്നുള്ളത് എളുപ്പകാര്യമല്ല എന്ന് അവർ തെളിയിക്കണം. അപ്പൊ ഒരു വർഷം കഴിഞ്ഞ് സംഘടന നേരായിട്ട് പോയില്ലെങ്കിൽ പിടിച്ചെടുക്കാൻ ഏർപ്പാടായിരിക്കും. ഇപ്പോ നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. 31 തീയതി വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഇവിടെ നേരിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നത് ഈ ജഗദീഷും ദേവനും തമ്മിലാണത്. പ്രസിഡന്റ് സ്ഥാനത്ത് അത് യാതൊരു സംശയവുമില്ല. കാരണം അത് സൈലന്റ് ആയിട്ട് അടിയൊഴുക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ദേവൻ എന്ന് പറയുന്നത് ഈ തിരുത്തലിന് വേണ്ടി വാദിക്കുന്നവരുടെ പക്ഷത്തുള്ള ആളാണ്. അദ്ദേഹം മാറില്ല. അപ്പോൾ ശ്വേത വേറൊരു പോസ്റ്റിലേക്ക് മത്സരിക്കുമെന്നാണോ? അല്ല, തിരുത്തലല്ല അവർ പറഞ്ഞത്. അവര് പറയണെന്ന് വെച്ചാല് ഈ സംഘടന നേരായ രീതിയിൽ കൊണ്ടുപോകണം. കാരണം മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കുറെ പേര് വരുമ്പോ ആര് ഭരിക്കണം എന്നുള്ള രീതിയിലാണത്. അപ്പൊ അങ്ങനെ വരുമ്പോ സീനിയേഴ്സ് ആണ് ശരിക്കും. ദേവനായാലും ജഗദീഷ് ആയാലും ഇതിൽ സീനിയർ പോസ്റ്റാണ്. ഈ സംഘടന ഉണ്ടാക്കിയ കാലം മുതൽ ഈ സംഘടന ഉള്ളതാണ്. അവരെ സംബന്ധിച്ച് വേറെ അഴിമതികളില്ല, വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ജഗദീഷ് അത് പറഞ്ഞു ഇത് പറഞ്ഞു ഒക്കെ ഉണ്ടായിരിക്കാം. ജഗദീഷ് പറഞ്ഞു ജഗദീഷിന്റെ വ്യക്തിത്വം, ദേവൻ പറഞ്ഞു ദേവന്റെ വ്യക്തിത്വം, ശ്വേത പറഞ്ഞു ശ്വേതയുടെ വ്യക്തിത്വം. അപ്പൊ ആരും എന്നുള്ളതല്ല. 31 തീയതി എന്തായാലും 3 പേരിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അതിൽ ദേവൻ ഒരു കാരണവശാലും പിൻവലിക്കില്ല. അപ്പോൾ ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ. അപ്പോൾ ശ്വേതാ മേനോൻ ദേവൻ ഒരാൾ മാറിക്കൊടുക്കും, ദേവൻ മാറിക്കൊടുക്കില്ല. അപ്പോൾ ശ്വേത വേറൊരു പോസ്റ്റിലേക്ക് മത്സരിക്കുമെന്നാണോ? എനിക്ക് അറിയാൻ കഴിഞ്ഞത് ശ്വേത വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോകും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബാബുരാജ് മാറില്ല അല്ലേ? ഇല്ല, ഒരിക്കലും മാറില്ല. അതാണല്ലോ പ്രശ്നമാവുന്നത്. ഇപ്പോൾ ബാബുരാജ് മാറിയാൽ മത്സരം തന്നെ ഒഴിവാകുമെന്നല്ലേ ഇപ്പോൾ? ഇല്ലില്ല, അങ്ങനെ അർത്ഥമില്ല. ബാബുരാജ് മാറിയാൽ മത്സരം ഒഴിവാകും എന്നുള്ള അർത്ഥമൊന്നും ആരും പറഞ്ഞിട്ടില്ല. ബാബുരാജ് മാറില്ല എന്നുള്ള തീരുമാനമാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ബാബുരാജ് കാരണമാണ് മോഹൻലാൽ നേരത്തെ ഒഴിയേണ്ടി വന്നത്, അഡ്ഹോക് കമ്മിറ്റി വരേണ്ടി വന്നത് എന്നൊരു കാര്യം പ്രചരിക്കുന്നുണ്ടല്ലോ. അത് ശരിയാണോ? ബാബുരാജ് മാറാത്തത് കൊണ്ട് മാത്രമല്ല, വേറെ സംഭവങ്ങളുണ്ട്. അതൊരു കാരണങ്ങളിൽ ഒന്നാണ്, പല കാരണങ്ങളിൽ ഒന്നാണത്. കാരണം എന്താ പറയാ, അന്ന് ബാബുരാജ് ഒഴിയില്ല എന്ന് പറഞ്ഞാൽ ബാബുരാജിനെ പുറത്താക്കാനുള്ള അവകാശം ആ കമ്മിറ്റിക്കില്ലേ, മെമ്പർമാർക്കില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? രാജിവെക്കണമെന്ന് കർശനമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ബാബുരാജ് രാജിവെക്കുമായിരുന്നു. വെക്കേണ്ട പറ്റില്ല, അല്ലെങ്കിൽ സംഘടന പുറത്തു പോകേണ്ടി വരും. ഈ ഇലക്ഷൻ മാത്രം വരുമ്പോൾ മാത്രം ഇങ്ങനെ കുത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത്, ഈ 6 മാസം ബാബുരാജ് എന്ത് പറഞ്ഞാലും ശരി, 6 മാസത്തിൽ ആ സംഘടനയെ നേരായ രീതിയിൽ നയിച്ചു എന്നുള്ള കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയം ഉണ്ടാവില്ല. അപ്പൊ എന്താ, അതിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അനുഭവിക്കുക. അല്ലെങ്കിൽ പറയണം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്നു, അത് പറയണ്ടേ? ഇപ്പൊ ചെയ്യേണ്ടത് എന്താ? ബാബുരാജ് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചെന്ന് പറയുക, അങ്ങനെയുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാൾ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമല്ലോ. അതിനേക്കാൾ നല്ലത് മത്സരിച്ച് ജയിക്കുമോ തോക്കുമോ എന്ന് നോക്കാനല്ലേ. പക്ഷെ ഇവിടെ ജഗദീഷ് പക്ഷേ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലോ. അദ്ദേഹം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ സൈലന്റ് ആയി ഇരുന്നാൽ മതി എന്ന് പറയുകയും പിന്നീട് അദ്ദേഹം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ പറയുകയും ചെയ്തു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ജഗദീഷിന്റെ അക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഇവിടെയും ചതിച്ചു. ഞങ്ങളൊരു തിരുത്തൽ ആവശ്യപ്പെട്ടു, അതിനൊപ്പം നിൽക്കാമെന്ന് ജഗദീഷ് പറഞ്ഞു. ഇപ്പോൾ വാക്ക് മാറ്റി ബാബുരാജിനൊപ്പം കൂടുന്നു എന്നുള്ള കാര്യം അത് ശരിയുമാണല്ലോ. അല്ല, ജഗദീഷിന്റെ കാര്യത്തിൽ എന്താ പറയുക, ഓരോരുത്തരും പറയുന്ന അഭിപ്രായങ്ങൾ അവരുടേത് മാത്രമാണ്. ഞാൻ മനസ്സിലാക്കിയ ജഗദീഷ് വെച്ചാൽ സത്യത്തില് ഒരു VS അച്യുതാനന്ദൻ എങ്ങനെയാണോ അതേപോലെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശരിക്കും ജഗദീഷ് കാര്യങ്ങൾ അവിടെയും പറയും, ഈ തനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ പറയുന്നുള്ളതാണ് ശരിക്കും. എന്റെ അനുഭവത്തിൽ അതാണത്. പക്ഷെ ഗ്രൂപ്പ് ചേർന്ന് ആരൊക്കെ ഉറപ്പുള്ള വോട്ടുകൾ ആരെങ്കിലും പറഞ്ഞാൽ ചെയ്യോ? ഇപ്പൊ തന്നെ ഇന്ന ഗ്രൂപ്പിന് ഭൂരിപക്ഷം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും വോട്ട് ചെയ്യുന്നില്ലോ. വോട്ട് കൂടുതൽ കിട്ടുന്ന ആൾക്കാർ ജയിക്കും. ഇപ്പൊ പിന്നെ ഇലക്ഷന്റെ ഇതിന്റെ ഒരു പ്രപ്പഗൻഡയാണ് ശരിക്കും. എനിക്കിപ്പോ ആരുടെ ഭാഗത്ത് നിൽക്കാൻ പറ്റില്ല. ഞാനൊരു മാധ്യമപ്രവർത്തനം, ചില സുഹൃത്തുക്കളുണ്ട്, ശരിയാണത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അമ്മ തകരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു ഗുണമില്ല, പക്ഷെ അത് തകരാൻ പാടില്ല. അത് തകരുന്നത് വേറെ ചില ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നതാണ് ഉള്ളൂ.
ശരി ശ്രീ പല്ലിശ്ശേരി, ഇതാണ് അമ്മയിൽ അധികാരം പിടിച്ചെടുക്കുവാനുള്ള വടംവലിയാണ്, ഒരു രാഷ്ട്രീയ വടംവലി തന്നെയാണ് അമ്മയിൽ നടക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും കാണുന്നത്. ആരാകും പ്രസിഡന്റ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. മത്സരം ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പാണ്. 31 വരെ സമയമുണ്ട് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ. ഈ പുതിയ സമവാക്യങ്ങളുടെ കാര്യമാണ് ഹരി ഇപ്പോൾ പല്ലിശ്ശേരി പറഞ്ഞത്. അതും സാധ്യതയുള്ളതാണല്ലോ. ദേവൻ പിന്മാറാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയാണ്. അതെ മഞ്ജുഷ, ദേവൻ പിന്മാറില്ല. കാരണം സീനിയർ താരങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ തന്നെയാണ് ദേവനെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചതും ദേവന് പത്രിക സമർപ്പിക്കണമെന്ന് ആവശ്യവുമായി രംഗത്തെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ത്രികോണ മത്സരം, സൂചിപ്പിച്ചതുപോലെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ജഗദീഷ്, ശ്വേതാ മേനോൻ, ദേവൻ എന്നത് തന്നെയാണ് മാറുന്നത്. ശ്വേതാ മേനോൻ നിലവിൽ പത്രിക സമർപ്പിച്ചിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വേണ്ടി മാത്രമാണ്. 31 വരെ പിൻവലിക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ പോലും നിലവിൽ മറ്റൊരു സ്ഥാനത്തേക്കും പത്രിക സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ചർച്ചകളിലേക്ക് പോകാൻ നിലവിൽ സാധിക്കില്ല എന്നുള്ളത് വസ്തുതയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മാലാ പാർവതി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് ഇവർക്കെതിരെയൊക്കെ ആരോപണങ്ങൾ വന്നപ്പോൾ ഇവരെല്ലാവരും മാറി നിന്നവരാണ്. പ്രാഥമിക അംഗത്വം വരെ അമ്മയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ബാബുരാജിന് മാത്രം ഈ ഒരു അനുകൂലമായ സാഹചര്യം വരുന്നു? ബാബുരാജിനോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ തവണത്തെ ഭരണസമിതി തന്നെ വന്നപ്പോൾ പോലും അത് നിഷേധിക്കുകയാണ് ബാബുരാജ് ചെയ്തത്. അത് കാരണമാണ് മോഹൻലാലിന് പോലും ഇറങ്ങേണ്ടി വന്നത്. അതും ഒരു കാരണമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മാലാ പാർവതി ഉൾപ്പെടെയുള്ള തിരുത്തൽവാദികൾ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ വന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ബാബുരാജിന് മാത്രം ഈ ആനുകൂല്യം കിട്ടുന്നത്? സൂചിപ്പിച്ചതുപോലെ തന്നെ ബാബുരാജ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ അമ്മയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ മികവ് കൊണ്ട് ഈ എതിർക്കുന്നവർ പോലും ബാബുരാജിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് എതിരഭിപ്രായം പറയുന്നില്ല. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും അവർ വന്ന് പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വം നിലനിൽക്കെ ബാബുരാജ് മത്സരിക്കാൻ യോഗ്യനല്ല. അത് പ്രവർത്തനത്തിന്റെ മികവ് കൊണ്ടായാലും ശരി, അങ്ങനെ ഒരു മത്സരത്തിലേക്ക് ബാബുരാജ് മാറരുത് എന്നുള്ളതാണ്. പക്ഷെ ഒരു അടി പോലും ബാബുരാജ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറില്ല. അത് കൃത്യമായ തീരുമാനം ബാബുരാജ് ഇതിന് മുന്നേ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അതിനനുസരിച്ച് തന്നെ അദ്ദേഹം പത്രിക സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 31 തീയതിക്കുള്ളിൽ ബാബുരാജ് പത്രിക പിൻവലിക്കുകയാണെങ്കിൽ അതൊരു വലിയ ചരിത്രമായിട്ട് തന്നെ മാറും അമ്മ സംഘടനയ്ക്കുള്ളിൽ തന്നെ. കാരണം ബാബുരാജ് വരണമെന്ന് ബാബുരാജിന്റെ പ്രവർത്തന മികവ്, പ്രത്യേകിച്ച് ഇടവേള ബാബു എന്ന ജനറൽ സെക്രട്ടറി നിലവിലില്ല. ഇടവേള ബാബു ഒരു നട്ടലായിട്ട് മാറുന്ന ഒരു സാഹചര്യമായിരുന്നു അമ്മയ്ക്ക്. കാരണം 25ഓളം വർഷങ്ങളായിട്ട് തന്നെ ആ ഒരു ഇടവേള ബാബു എന്ന നട്ടലുണ്ട്. പക്ഷെ അദ്ദേഹവും ഇല്ല. അങ്ങനെ തലപ്പത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന ആരുമില്ലാത്തൊരു ഘട്ടത്തിൽ നിലവിൽ പത്രിക നൽകിയിരിക്കുന്ന ജഗദീഷും, ശ്വേതാ മേനോൻ, ദേവനിൽ പോലും വിശ്വാസം അർപ്പിക്കാത്ത ഒരു വിഭാഗം വലിയ ആളുകൾ അമ്മയിൽ തന്നെ ഉണ്ട്. കാരണം പക്ഷേ ആരോപണ വിധേയനാണ് ബാബുരാജ്, അതാണ് പ്രശ്നവും. അതുകൊണ്ടാണ് അമ്മയിൽ തിരുത്തൽ വേണമെന്ന് മറുവിഭാഗം ആവശ്യപ്പെടുന്നത്. എന്തായാലും മത്സരം കൊഴുക്കുകയാണ് അമ്മയിൽ. 31 വരെ ആരൊക്കെയാണ് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമമായി ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക്. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ജയിൽ ചാടിയ ശേഷം ഗോവിന്ദച്ചാമി ആദ്യം പോയത് മറ്റൊരു ഭാഗത്തേക്കാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കേസ് അന്വേഷണത്തിൽ നിർണായകമാകുന്ന CCTV ദൃശ്യങ്ങളാണ് ഇത്.